ദൈവത്താൽ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെട്ട പ്രിയമുള്ളവരെ, ഒരു കുട്ടിക്ക്, ഒരു ബുക്കിന്, ഒരു പേനയ്ക്ക് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കും. 2014 നൊബേൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായിയുടെ വാക്കുകളാണിത്. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ ദൃഷ്ടിപഥത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. മുൻപത്തേതിനേക്കാൾ അക്രമവും അനീതിയും കൊലപാതകവും കവർച്ചയും കെണിവെപ്പും പടർന്നു പന്തലിക്കുകയും ജാതി മതവർഗ വ്യത്യാസങ്ങൾ ഉയർത്തി രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുകയും മതസഹിഷ്ണുതയ്ക്ക് പകരം മതവൈരാഗ്യം കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കുത്തി നിറയ്ക്കുകയും ചെയ്യുന്ന ഇന്നിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ കേരള സമൂഹത്തിനും സഭാ ചരിത്രത്തിനും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി 1.5 നൂറ്റാണ്ട് മുമ്പ് കടന്നുപോയ വിശുദ്ധ ചാവറിയച്ചന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സ് നന്ദിയാലും കടപ്പാടിനാലും നിറയുകയാണ്. ധന്യമായ ഒരു ജീവിതത്തിലൂടെ സഭയ്ക്കും സമൂഹത്തിനും അമൂല്യ സംഭാവനകൾ നൽകിയ അതുല്യ വ്യക്തിത്വത്തിനുടമയാണ് ചാവറിയച്ചൻ. എളിയവനായി ജനിച്ച് എളിമയിലൂടെ ജീവിച്ച് മഹത്വത്തിന്റെ കിരീടം നേടിയ കർമ്മധീരൻ. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അജ്ഞതയുടെ കുപ്പത്തൊട്ടിലിൽപ്പെട്ട് കൈകാലിട്ടടിക്കുന്നത് കണ്ട് അവർക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ വേണ്ടി പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന മഹത്തായ ആശയം മുന്നോട്ട് വെച്ച വലിയ മനുഷ്യൻ. അതെ, കേരള സഭാ ചരിത്രത്തിൽ നൂതന അധ്യായങ്ങൾ എഴുതി ചേർത്ത വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തിരുസഭയെ ദീപ്തമാക്കുന്ന ഒരു പുണ്യ ജ്യോതിഷാണ്. കേരളത്തിലെ മത സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏതാനും വാക്കുകളിൽ ഒതുക്കി നിർത്താനാവില്ല. അദ്ദേഹത്തിലൂടെ കേരള സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ പുറലോകം അറിഞ്ഞു തുടങ്ങിയിട്ട്, അംഗീകരിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളായില്ല എന്ന സത്യം നമുക്കാർക്കും മറക്കാനാവില്ല. എങ്കിലും ചാവറയച്ചൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും പ്രതീക്ഷകളും എന്താണെന്നും നമുക്ക് വ്യക്തമാക്കി തരുന്നവയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. ആത്മാനുതാപം പോലെയുള്ള ഒട്ടേറെ കാവ്യങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ചരിത്ര രേഖകൾ, ജീവചരിത്രങ്ങൾ തുടങ്ങി എത്ര കൃതികൾ ഈ സാംസ്കാരിക നായകന്റെ തൂലികയിൽ നിന്നും ജന്മം കൊണ്ടു. വിശുദ്ധ ചാവറിയച്ചന്റെ ആത്മീയ ജീവിതത്തിന്റെ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ ആത്മാനുതാപം, മരണവീട്ടിൽ പാടുവാനുള്ള പാന തുടങ്ങിയവ. ആത്മനിഷ്ഠാഭാവങ്ങളും ആത്മീയതയും സൗരഭ്യത്തോടെ ആത്മാനുതാപം എന്ന കാവ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ക്രിസ്തു, ദൈവമാതാവ്, തിരുസഭ, വിശുദ്ധരുടെ കൂട്ടായ്മ ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഒരു ക്രൈസ്തവ സമൂഹം എന്താണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും വ്യക്തമാക്കിക്കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് എഴുതിയ തുറന്ന കത്താണ് ഒരു നല്ലയപ്പന്റെ ചാവറുൾ. ഈ കൃതിയിൽ കുടുംബങ്ങളിൽ സ്നേഹം, സന്തോഷം, സമാധാനം, വിശുദ്ധി തുടങ്ങിയവ വളർത്തിയെടുക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. മരണവീട്ടിൽ പാടുവാനുള്ള അദ്ദേഹത്തിന്റെ പാന സുഹൃത ജീവിതം നയിക്കുവാൻ വലിയ പ്രേരണയാണ് നൽകുന്നത്. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണങ്ങൾ, കലാസാഹിത്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഒരു നാടിന്റെ സാംസ്കാരിക വളർച്ചയെ നിർണായകമായ പങ്കുവഹിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. 1805 മുതൽ 1875 വരെയുള്ള 66 വർഷത്തെ നിസ്തുല ജീവിതത്തിനിടയിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്ന കർമ്മയോഗി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കി വിജയം വരിച്ച നവോത്ഥാന നായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വ്യക്തമാക്കിക്കൊണ്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് ഇങ്ങനെ പറഞ്ഞു: വിശുദ്ധ ചാവറയച്ചൻ ഒരു യുഗ സൃഷ്ടാവായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് കേരള സമൂഹത്തിന് ചൂടും വെളിച്ചവും പകർന്ന ചാവറയച്ചൻ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇന്നും സൂര്യ തേജസ്സോടെ ചൂടും വെളിച്ചവും പകർന്നു നൽകുന്നു. കാലത്തിന്റെ അന്ത്യതയിൽ തന്റെ ചിന്തയുടെ പ്രകാശം കൊണ്ട് പാവനമാക്കിയ ചാവറയച്ചന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശവും. ഇതിഹാസ സമാനമാകുന്ന ചാവറയച്ചന്റെ സംഭാവനകളെ കാലത്തിനും ചരിത്രത്തിനും മായ്ക്കുവാനാവില്ലെന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് സാഗരങ്ങളും മതികളും പർവ്വതങ്ങളും നിലനിൽക്കുവോളം കാലം കേരള ചരിത്രത്തിൽ ചാവറയച്ചന്റെ കൃതികൾ എന്നും നിലനിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.